ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് വരാൻ പോകുന്ന ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഒരു 10th ലെവൽ പ്രിലിംസ് എക്സാം നടക്കുകയാണ്. 4 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ എക്സാം ഡിസംബർ മാസത്തിലായിരിക്കും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളോടുകൂടി ഈ 10th ലെവൽ പ്രിലിംസ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ആ എക്സാമിന് വേണ്ടിയിട്ട് വീഡിയോ ഈ ക്ലാസ് മുതൽ ചെയ്തു തുടങ്ങുകയാണ്. അതായത് സിലബസ് ബേസ്ഡ് റിവിഷൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സീരിയസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. നമ്മൾ ഓൾറെഡി 10th ലെവൽ പ്രിലിംസിൻ്റെയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ സിലബസ് ബേസ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടിട്ടുള്ള കൂട്ടുകാരും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരും ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ LGS ഒക്കെ റീസെൻ്റ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ സിലബസ് ഏകദേശം കവർ ചെയ്ത കൂട്ടുകാരും നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷനും പുതിയതായിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുതൽ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. എക്സാം കഴിയുന്നത് വരെ ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്, സിലബസ് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് പരീക്ഷയ്ക്കുള്ളിൽ കവർ ചെയ്യാം. 2 മാസമാണ് നമുക്ക് സമയമുള്ളത്. ഡിസംബറിലായിരിക്കും ഒരു പരീക്ഷ തുടങ്ങുന്നത്. അതിനോടകം തന്നെ എങ്ങനെ കവർ ചെയ്തെടുക്കാം, റിവിഷൻ എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കൂടെ മുന്നോട്ട് തുടർന്ന് ഈ ക്ലാസ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. അതിനു മുമ്പായിട്ട് നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഒരു സിലബസ് ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടായിരിക്കും, എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ സിലബസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ 10th ലെവൽ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ്. ഇത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. LGS പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാം നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള ഭാഗങ്ങളുമാണ്. അപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്ന്, അതായത് ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ്, റിനൈസൻസ്, അതിൽ നിന്ന് 60 മാർക്കാണ്. അത് സ്പ്ലിറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല തുടങ്ങിയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ 10 മാർക്കും, ഇന്ത്യയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 10 മാർക്ക്, അങ്ങനെ ഓരോ ഭാഗങ്ങളും തരംതിരിച്ച് മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ജനറൽ സയൻസിന് നാച്ചുറൽ സയൻസിൽ നിന്ന് 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്സിൽ നിന്ന് 10 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലഘുഗണിതം 10 മാർക്കും, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അത് 10 മാർക്ക്. അങ്ങനെ തരംതിരിച്ചാണ് തന്നിട്ടുള്ളത്. ഇത് ഇത്രയുമാണ് ഓവറോൾ ഒന്ന് ഓടിച്ചു പറഞ്ഞാൽ നമ്മുടെ സിലബസ് ഉള്ളത്. ഈ സിലബസ് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങുന്നത്, നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് 10 മാർക്കിനാന്ന് പറഞ്ഞു. ഈ 10 മാർക്കിൽ നിന്നും ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഒരു റിവിഷൻ പോലെ. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടും ജസ്റ്റ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് കുറച്ചധികം ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ സയൻസിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ആദ്യമായി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി. കേരളത്തിൽ ആദ്യമായി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി. ഉത്തരം സി അച്യുതമേനോൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, സി അച്യുതമേനോൻ. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്: കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. ഉത്തരം ചിങ്ങം 1. നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ
PSCയുടെ 10th ലെവൽ പ്രിലിംസിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളും SCERT ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപോയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ടാവും. അതൊരു റിവിഷനായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ 2 ചോദ്യങ്ങൾ പഠിച്ചു. കേരളത്തിൽ ആദ്യമായി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ്? C. അച്യുതമേനോൻ. അതുപോലെ തന്നെ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. അടുത്തത് 3ാമത്തെ ചോദ്യമാണ്. കേരള കാർഷിക സർവകലാശാല നിലവിൽ വന്നതെന്ന്. കേരള കാർഷിക സർവകലാശാല നിലവിൽ വന്നത് എന്നാണ്. ഓപ്ഷനിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1970, 1971, 1972, 1973. നമ്മുടെ ഉത്തരം 1971. കേരള കാർഷിക സർവകലാശാല നിലവിൽ വന്നത് 1971. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. നെല്ലിൻ്റെ ജന്മദിനം. നെല്ലിൻ്റെ ജന്മദിനം. കന്നിയിലെ മകമാണ് നെല്ലിൻ്റെ ജന്മദിനം. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. ഉത്തരം കർഷകോത്തമ. ഉത്തരം കർഷകോത്തമ. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷകോത്തമ. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. ഉത്തരം കേരകേസരി. ഉത്തരം കേരകേസരി. മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരകേസരി. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. കേരള കൃഷി വകുപ്പ് വെബ്സൈറ്റ് ഏതാണ്? കേരള കൃഷി വകുപ്പിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കാർഷിക കേരളം. കാർഷിക കേരളം എന്നതാണ് കേരള കൃഷി വകുപ്പിൻ്റെ വെബ്സൈറ്റ്. അടുത്തത് 8ാമത്തെ ചോദ്യം. കേരള കൃഷി വകുപ്പിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം. കേരള കൃഷി വകുപ്പിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം. ഉത്തരം കേരള കർഷകൻ. ഉത്തരം കേരള കർഷകൻ. 9ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണം. ഉത്തരം എന്താണ്? വെണ്ടയും പയറും ചീരയും. ഇവ 3ഉം ഉത്തരമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. അടുത്തത് കായിക പ്രജനനത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഉദാഹരണം. കായിക പ്രജനനത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഉദാഹരണം. ചേമ്പ്, മരിച്ചീനി, കരിമ്പ് ഇവയെല്ലാം തന്നെ കായിക പ്രജനനത്തിലൂടെ പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ D ആണ്. ഇവയെല്ലാം എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. മാതൃസസ്യത്തിൻ്റെ ശാഖകളിൽ തന്നെ വേരുകൾ വളർത്തിയെടുത്ത് ആ ഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതി ഏതാണ്? മാതൃസസ്യത്തിൻ്റെ ശാഖകളിൽ തന്നെ വേരുകൾ വളർത്തിയെടുത്ത് ആ ഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതി ഏതാണ്? ഉത്തരം പതിവയ്ക്കൽ. ഉത്തരം പതിവയ്ക്കൽ. അടുത്തത് 12ാമത്തെ ചോദ്യം. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കിയെടുക്കുന്ന മാർഗം ഏതാണ്? ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മാർഗം ഏതാണ്? ഗ്രാഫ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നതാണ് ഉത്തരം. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. ഒരു സസ്യശാഖയിലെ ഒരു മുകുളം അതേ ഇനത്തിലുള്ള മറ്റൊരു സസ്യത്തിൻ്റെ പട്ടയ്ക്കുള്ളിൽ തടിയോട് ചേർത്ത് വെക്കുന്ന മാർഗം ഏതാണ്? ഒരു സസ്യശാഖയിലെ ഒരു മുകുളം അതേ ഇനത്തിലുള്ള മറ്റൊരു സസ്യത്തിൻ്റെ പട്ടയ്ക്കുള്ളിൽ തടിയോട് ചേർത്ത് വെക്കുന്ന മാർഗം ഏതാണ്? ഉത്തരം ബഡ്ഡിംഗ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബഡ്ഡിങ്. ബഡ്ഡിംഗ്. ഉത്തരം എന്താണ്? ബഡ്ഡിംഗ്. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തിന് മാതൃകോശത്തിൽ നിന്ന് അനേകം കോശങ്ങളെ സൃഷ്ടിക്കുകയും
ഓരോ കോശത്തെയും ഓരോ സസ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതി. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തിന് മാതൃകോശത്തിൽ നിന്ന് അനേകം കോശങ്ങളെ സൃഷ്ടിക്കുകയും ഓരോ കോശത്തെയും ഓരോ സസ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതി. അതിന് പറയുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ഉത്തരം ടിഷ്യൂ കൾച്ചർ. അടുത്ത ചോദ്യം, ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയതുമായ മാതൃ-പിതൃ ജീവികളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഗുണങ്ങളോട് കൂടിയ സന്താനങ്ങളെ കൃത്രിമ മാർഗങ്ങളിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്താണ്? ആ പറയുന്ന പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയതുമായ മാതൃ-പിതൃ ജീവികളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഗുണങ്ങളോട് കൂടിയ സന്താനങ്ങളെ കൃത്രിമ മാർഗത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് വർഗസങ്കരണം. ഉത്തരം വർഗസങ്കരണം. അടുത്തത് 16ാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ വിത്ത് എന്തിൻ്റേതാണ്? ഓർക്കിഡിൻ്റേതാണ് ഏറ്റവും ചെറിയ വിത്ത്. ഏറ്റവും വലിയ വിത്ത് തേങ്ങ അല്ലെങ്കിൽ കൊക്കോഡിമർ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ വിത്ത്, ഏറ്റവും ചെറിയ വിത്ത് ഓർക്കിഡും ഏറ്റവും വലിയ വിത്ത് തേങ്ങയുടേതുമാണ്. അടുത്തത് 18ാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ പുഷ്പം ഡക്ക് വീഡ് എന്ന പുഷ്പമാണ് ഏറ്റവും ചെറിയ പുഷ്പം. ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റഫ്ലേഷ്യയാണ്. നമുക്കറിയാം അല്ലേ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ചെറിയ പുഷ്പം ഡക്ക് വീഡും ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യയുമാണ്. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉയരം കൂടിയ തെങ്ങിനം. ഉത്തരം ലക്ഷദ്വീപ് ഓർഡിനറി. ഉത്തരം ലക്ഷദ്വീപ് ഓർഡിനറി. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉയരം കൂടിയ തെങ്ങിനം തന്നിട്ടുള്ളത് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോന്തം, അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഓർഡിനറി. ഉത്തരം വരുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയാണ്. 21ാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനമാണ്. എന്ത്? ചന്ദ്രലക്ഷ. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിലുള്ള സങ്കര ഇനം ഏതാണ് പറയുന്നത്? ചന്ദ്രലക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് 22ാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോന്തം എന്നിവയുടെ സങ്കര ഇനമായിട്ടുള്ള തെങ്ങിനം ഏതാണ്? ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്തവും ഇവ തമ്മിൽ സങ്കര ഇനത്തിലൂടെ ഉണ്ടായ തെങ്ങിനമാണ് ലക്ഷഗംഗ എന്നത്. അടുത്തത് 23ാമത്തെ ചോദ്യം, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിനം. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിനം ഏതാണ്? ചന്ദ്രശങ്കര. ഉത്തരം ചന്ദ്രശങ്കര. അടുത്തത് 24ാമത്തെ ചോദ്യമാണ്, വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണം. വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? കറിവേപ്പ്, ആഞ്ഞിലി, ശീമച്ചക്ക ഇവയെല്ലാം വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിൻ്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഇവയെല്ലാം എന്നതാണ് നമ്മുടെ ഉത്തരം. അടുത്തത് 25ാമത്തെ ചോദ്യം, ഇലയിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണം. ഉത്തരം ബ്രയോഫിലം. അടുത്തത് 26ാമത്തെ ചോദ്യമാണ്, പ്രകൃതിത്യാലുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഉത്തരം കോമാടൻ. 27ാമത്തെ ചോദ്യം, കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഉത്തരം ചന്ദ്രശങ്കര. ഉത്തരം ചന്ദ്രശങ്കര. അടുത്തത് 28ാമത്തെ ചോദ്യം, ആരോഗ്യമുള്ള തെങ്ങിൽ എത്ര മുതൽ എത്ര വരെ ഓലയുണ്ടായിരിക്കും? 30 മുതൽ 35 വരെ. അടുത്തത് 29ാമത്തെ ചോദ്യം, ഹ്രസ്വ, പവിത്ര എന്നിവ ഏതിൻ്റെ സങ്കര ഇനമാണ്? ഹ്രസ്വ, പവിത്ര എന്നിവ ഏതിൻ്റെ സങ്കര ഇനമാണ്? ഉത്തരം നെല്ല്. ഉത്തരം നെല്ല്. അടുത്തത് 30ാമത്തെ ചോദ്യം, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇവ എന്തിൻ്റെ സങ്കര ഇനമാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ ഏതിൻ്റെ സങ്കര ഇനമാണ്? ഉത്തരം
പയർ. ഉത്തരം പയർ. അടുത്തത് 31ാമത്തെ ചോദ്യം. ഉജ്ജയിനി, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? ഉത്തരം പച്ചമുളക്. അടുത്തത് 32ാമത്തെ ചോദ്യം. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. എന്തൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? ഉത്തരം വെണ്ട. വെണ്ടയുടെ സങ്കരയിനമാണ്. അടുത്തത് നാടൻ വെണ്ട ഇനങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത്. നാടൻ വെണ്ട ഇനങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് വെണ്ടയാണ്? ആനക്കൊമ്പൻ. ഉത്തരം ആനക്കൊമ്പൻ. 34ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അമോണിയ നേരിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള സസ്യം. താഴെ തന്നിട്ടുള്ളവയിൽ അമോണിയ നേരിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള സസ്യം ഏതൊക്കെയാണ്? നെല്ല്, പയറ്, പച്ചമുളക്, വെണ്ട. ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ അമോണിയ നേരിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള സസ്യം നെല്ലാണ്. ഉത്തരം നെല്ല്. 35ാമത്തെ ചോദ്യം. സസ്യലോകത്തിലെ മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം. ഉത്തരം പയർ. ഉത്തരം പയർ. 36ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജന ഇനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജന ഇനം. ഉത്തരം ഏതാണ്? ഉത്തരം കുരുമുളകാണ് കേട്ടോ. നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. അടുത്തത് 37ാമത്തെ ചോദ്യം. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ സങ്കരയിനമാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ സങ്കരയിനമാണ്? ഉത്തരം വഴുതന. ഉത്തരം വഴുതന. അടുത്തത് 38ാമത്തെ ചോദ്യം. മുക്തി, അനഘ, അക്ഷയ എന്നിവ ഏതിൻ്റെ സങ്കരയിനങ്ങളാണ്? മുക്തി, അനഘ, അക്ഷയ എന്നിവ ഏതിൻ്റെ സങ്കരയിനങ്ങളാണ്? ഉത്തരം തക്കാളി. അടുത്തത് പ്രിയ, പ്രീതി, പ്രിയങ്ക. പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? ഉത്തരം പാവൽ. പാ വെച്ച് കണക്ട് ചെയ്യാം. പ്രിയയിൽ നിന്നും പായുണ്ട്, പ്രീതിയിൽ പായുണ്ട്, പ്രിയങ്കയിലും പായുണ്ട്. അപ്പം നമുക്ക് പാവൽ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ? പ്രിയ, പ്രീതി, പ്രിയങ്ക ഏതിൻ്റെ സങ്കരയിനമാണ്? പാവലിൻ്റെ സങ്കരയിനമാണ്. അടുത്തത് 40ാമത്തെ ചോദ്യം എന്താണ്? സൗഭാഗ്യ ഏതിൻ്റെ സങ്കരയിനമാണ്? സൗഭാഗ്യ ഏതിൻ്റെ സങ്കരയിനമാണ്? വെള്ളരിയുടെ സങ്കരയിനമാണ് സൗഭാഗ്യ. 41ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം വെറ്റില ഏതാണ്? കർപ്പൂരം, ശ്രീപല്ലവി, അമൃത, കാളി. 4 എണ്ണമാണ് തന്നിട്ടുള്ളത്. അതിൽ മെച്ചപ്പെട്ട ഇനം വെറ്റില കർപ്പൂരമാണ്. ഉത്തരം കർപ്പൂരം. അടുത്തത് 42ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം ചേമ്പ് ഏതാണ്? ശ്രീപല്ലവി. ശ്രീപല്ലവിയാണ് മെച്ചപ്പെട്ട ഇനം ചേമ്പ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം അടയ്ക്ക ചോദിച്ചിരിക്കുന്നത് കാളി. അടയ്ക്ക, കാളി. മെച്ചപ്പെട്ട അടയ്ക്ക ഏതാണ്? കാളിയാണ്. അടുത്തത് 44ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പൈനാപ്പിൾ, അമൃത. പൈനാപ്പിൾ ഏതാണ്? അമൃതയാണ്. മെച്ചപ്പെട്ട ഇനം പൈനാപ്പിൾ അമൃതയാണ്. അടുത്തത് 45ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം തണ്ണിമത്തൻ, ഷുഗർ ബേബി. ഷുഗർ ബേബിയാണ് മെച്ചപ്പെട്ട ഇനം തണ്ണിമത്തൻ. 46ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം കരിമ്പ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം കരിമ്പ് ഏതാണ്? തിരുമധുരം. ഉത്തരം തിരുമധുരം. 47ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം അടയ്ക്ക ഏതാണ്? മംഗള, ശ്രീമംഗള, സുമംഗള. ഇവയെല്ലാം തന്നെ സങ്കര ഇനം അടയ്ക്കകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 48ാമത്തെ ചോദ്യം. കൗമുദി, ബേബി എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഭക്ഷ്യവിളയിൽ പെടുന്നു? കൗമുദി, ബേബി എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഭക്ഷ്യവിളയിൽ പെടുന്നു? ഉത്തരം പടവലം. ഉത്തരം പടവലം. ഇനി 49ാമത്തെ ചോദ്യം. ശ്രീപത്മജം,
ശ്രീ, രശ്മി എന്നിവ ഏതിൻ്റെ സങ്കര ഇനങ്ങളാണ്? സ്ത്രീ, പത്മം, ശ്രീരശ്മി എന്നിവ ഏതിൻ്റെ സങ്കര ഇനമാണ്? ഉത്തരം ചേന. ഉത്തരം ചേനയാണ്. അടുത്തത് 50-ാമത്തെ ചോദ്യമാണ്. മോഹിനി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ സങ്കര ഇനമാണ്? മോഹിനി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ സങ്കര ഇനമാണ്? ഉത്തരം ചീര. ഉത്തരം ചീര. 51-ാമത്തെ ചോദ്യം. പൂർണിമ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ സങ്കര ഇനമാണ്? കശുമാവിൻ്റെ സങ്കര ഇനമാണ് പൂർണിമ. കശുമാവ്. പൂർണിമ ഏതിൻ്റെ സങ്കര ഇനമാണ്? കശുമാവിൻ്റെ സങ്കര ഇനമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും അതോടൊപ്പം തന്നെ 51 ചോദ്യങ്ങൾ നമ്മൾ കേരള കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട 51 ചോദ്യങ്ങളുമാണ് പഠിച്ചത്. വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളുമായിട്ട് സിലബസ് നമ്മൾ കണ്ടിരുന്നു. ആ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളും ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.